തൃശൂർ വെളപ്പായിൽ ടി.ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി. പട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ ടി.ടി കെ വിനോദാണ് മരിച്ചത്. പ്രതിയെ പാലക്കാട് നിന്ന് പിടികൂടിയിട്ടുണ്ട്. ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമായത്. ടി.ടി വിനോദിന്റെ മൃതദേഹത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, അടുത്ത ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു. കൂടുതൽ പോലീസുകാരെത്തിയോ? സ്മിത, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കും. കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണോ ഇപ്പോൾ? സ്മിത, തീർച്ചയായും കൂടുതൽ നടപടികളിലേക്ക്, അതായത് ഇവിടെ നിന്നുള്ള മൃതദേഹാവശിഷ്ടങ്ങളെല്ലാം തന്നെ മാറ്റി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സ്, ബാഗുകൾ എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. അതായത് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. മൃതദേഹമെല്ലാം ഇപ്പോൾ ഈ മൃതശരീരമെല്ലാം ഒന്നിച്ചു വെക്കുന്ന ഒരു നടപടികളിലേക്ക് പോയി. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കുന്ന കുറച്ച് വിവരങ്ങൾ ഇത്തരത്തിലാണ്. അതായത് ഇദ്ദേഹം ഈ മരിച്ച വിനോദ് മഞ്ഞുമലിലാണ് ഇപ്പോൾ താമസം. അതായത് 3 ആഴ്ച മുമ്പാണ് ഇദ്ദേഹം ഈ പുതിയ വീട് പണിത് മഞ്ഞുമലിലേക്ക് താമസം മാറിയതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാള സ്വദേശിയായിരുന്നു. അടുത്ത കാലത്ത് ഈ പുതിയ വീടൊക്കെ പണിത് ഏറെ ആഗ്രഹത്തോടു കൂടി മഞ്ഞുമലിലേക്ക് മാറി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ആളുകളുമായെല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് ഇദ്ദേഹം ഇങ്ങനെ ഈ പലപ്പോഴും ഈ കയർത്ത് സംസാരിക്കുന്ന തരത്തിലുള്ള ആളോ മറ്റൊന്നുമല്ല, വളരെ സൗമ്യമായി സംസാരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഈ തൃശ്ശൂരിൽ നിന്നൊക്കെ പലപ്പോഴും ഈ ട്രെയിൻ വിടുന്ന സമയത്ത് വലിയ രീതിയിൽ ഈ റിസർവേഷൻ സീറ്റുകളിലേക്കൊക്കെ, റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ളവരെല്ലാവരും തന്നെ തള്ളിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് ഈ ട്രെയിനിൽ അടുത്ത കാലത്തായി അത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ വരുന്ന സമയങ്ങളിലെല്ലാം ഈ ട്രെയിനുകളിൽ, ദീർഘദൂര ട്രെയിനുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഈ അവിടെ നിന്ന് തന്നെ യാത്രക്കാരെ ഇറക്കി വിടുന്നതാണ് ഒരു പതിവ്. അവരോട് മറ്റ് കമ്പാർട്ട്മെന്റുകളിൽ കയറാൻ പറയും. അങ്ങനെ ഇറക്കി വിടുന്നതാണ് പതിവ്. പക്ഷേ ആ സമയത്ത് അകത്ത് കയറി കൂടുന്ന ആളുകളെ പിന്നീട് ടിക്കറ്റ് പരിശോധിച്ചാണ് ഇവരെ കണ്ടെത്തുന്നത്. പിന്നീട് ആ ടിക്കറ്റ് ഇല്ല എന്ന് കാണുമ്പോൾ അവരോട് അടുത്ത സ്റ്റേഷനിലെത്തി മാറിക്കയറാൻ പറയുന്നതാണ് അതിന്റെ നടപടിക്രമം. അല്ല എങ്കിൽ അവരോട് പിഴയടച്ച് തുടർന്ന് സീറ്റുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ അവസരമൊരുക്കുകയും ചെയ്യും.